ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെയർ ക്ലിപ്പ് എൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള സെൻറ്റർ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ഇത്. നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളാണ്. പിന്നെ ഇപ്പോൾ വേറൊരു ട്രെൻഡിങ് ഐറ്റം കൂടിയാണ് കൊറിയൻ ക്ലിപ്പ് എന്ന് പറയുന്നത്. കൊറിയൻ ക്ലിപ്പ് എന്ന് വെച്ചാൽ ചെയിൻ വരുന്ന ക്ലിപ്പ്. ഇതിലിപ്പോൾ ചെറുതായിട്ട് ഞാനൊരു ചെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ലോങ് ചെയിൻ വന്നിട്ടുള്ള ഒരു മോഡലുണ്ട്, കൊറിയൻ ക്ലിപ്പ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എൻ്റെ വീഡിയോയുടെ കമൻറ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ. സ്റ്റോണുകളാണ് കൂടുതലായിട്ടും വേണ്ടത്. ഞാൻ കുന്തൻ സ്റ്റോൺ പോലെയുള്ള പല കളറിലുള്ള സ്റ്റോണുകൾ എടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ സ്റ്റോൺ ആവശ്യമുണ്ട്. പിന്നെ സെൻറ്ററിൽ വെക്കാൻ ഈ ഒരു ഫ്ലവർ വേണം കേട്ടോ. ഒരു വൈറ്റ് കളറുള്ള ഫ്ലവർ അതിൻ്റെ സെൻറ്ററിലോട്ട് ഞാൻ വേറൊരു സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് ലോങ് ക്ലിപ്പിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റോൺ വർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് കളറിൽ വരുന്ന സ്റ്റോൺ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലവറായിട്ട് നമുക്കപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് വെക്കേണ്ട ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സെൻറ്റർ ക്ലിപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ പേര് പോലെ തന്നെ നമുക്കതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുന്ന ആ ഒരു ഭാഗം നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഐറ്റം തന്നെ ആയിരിക്കണം കേട്ടോ. വർക്ക് തന്നെ ആയിരിക്കണം. അവിടെ ആയിരിക്കും കൂടുതലും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുന്നത് ഒരു ക്ലിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടായിരിക്കുമല്ലോ. അപ്പോഴായിരിക്കും നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം ആ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷൻ്റെ രണ്ട് ഭാഗത്തോട്ട് ഞാൻ നമ്മുടെ ചെയിൻ സ്റ്റോൺ കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലെങ്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള ലെങ്തിൽ കട്ട് ചെയ്യുക. നമ്മുടെ ഗ്ലൂ കൊടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. കാരണം സ്റ്റോൺ വർക്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോൺ ഇളകി പോയി കഴിഞ്ഞാൽ ക്ലിപ്പിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടാക്കാൻ ഇടവരുത്തരുത് കേട്ടോ നിങ്ങൾ. കാരണം അത് നമ്മുടെ പിന്നെ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത്ര തന്നെ അവർ താല്പര്യം കാണിക്കില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പിഴവില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിന് ഒട്ടും മടി കാണിക്കരുത്. നമ്മുടെ B7000 ഗ്ലൂ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഗ്ലൂ കേട്ടോ. അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നൊരു ഗ്ലൂ ആണ്. ഒട്ടി കിട്ടാൻ കുറച്ച് പാടാണെന്നേ ഉള്ളൂ. ഒട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വർക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കൺഫ്യൂഷനിലായിരുന്നു, ഇത് വേണോ വേണ്ടയോ, ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു അട്രാക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു വൈറ്റ് പേൾ ബീഡ് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ ആ ബീഡ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ഞാനതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തോട്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലെവലിൽ നിൽക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചാഞ്ചാടി കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടി അത്രയും ഫ്ലാറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോം ഷീറ്റ്, വൈറ്റ് കളറിലുള്ള ഒരു ഫോം ഷീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അളവെടുത്തിട്ട് വേണം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗമാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വേറൊരു ക്ലിപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഭാഗത്ത് കട്ട് ചെയ്യാനുള്ള ഒരു പീസ് ഞാൻ ഇതിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലോട്ടും ഒട്ടിക്കണം. അപ്പോൾ രണ്ട് പീസ് വേണം. അപ്പോൾ ഞാനത് അതുപോലെ ഒന്ന് കട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റുള്ള സൈസിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണം. പുറത്തോട്ട് പോകാൻ പാടില്ല. നല്ല എൻ്റെ ഭാഗമൊക്കെ നല്ല ഷാർപ്പായിട്ട് നല്ല ലെവലിൽ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഷാർപ്പായി കൊടുക്കുന്നുണ്ട്. അധികം ഈ ലൈറ്ററൊന്നും ഇതിൽ കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു പേപ്പറാണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡ് ഭാഗത്തോട്ട് ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുന്തൻ സ്റ്റോണ് മാതിരി വരുന്ന ഒരു സ്റ്റോണാണ്. അത് കുന്തൻ സ്റ്റോൺ തന്നെയല്ല, എന്നാലും ആ ഒരു ടൈപ്പിലുള്ള സ്റ്റോണാണ് കൊടുക്കുന്നത് കേട്ടോ. അത് 3
എണ്ണായിട്ട് വരുന്നുണ്ട് ഒരു ഭാഗത്തോട്ടെ. അപ്പോൾ 2 സൈഡിലോട്ടും ഓരോന്നും പിന്നെ മിഡിൽ ഭാഗത്തും ഒന്നുമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ് നമുക്ക് സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അട്രാക്റ്റീവായിട്ട് കളർഫുള്ളായിട്ട് വേണം നമ്മുടെ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റോണ് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോൺ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ എന്താ പറയുക, ലോ ക്വാളിറ്റി വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വർക്കിൻ്റെ ഭംഗി കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് വർക്കുകൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു സെൻറ്റർ ക്ലിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ക്ലിപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നത്തെ പോലെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും പുതിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും അടുത്തുള്ള റിലേറ്റീവ്സിനും പിന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.